ആദ്യം തൃശ്ശൂരിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിക്ക് നമ്മളുമായി പങ്കുവയ്ക്കാനുള്ളത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM-നെതിരെ നിലപാട് ഘടിപ്പിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ CPIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് ED ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇതോടെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവ ചർച്ചയാകുന്നു ഈ കരുവന്നൂർ വിഷയം. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്. സൂരജ് സജി, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ കരുവന്നൂർ കേസിൽ അങ്ങനെ CPM-ഉം ED കുരുക്കിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യ പ്രചാരണ വിഷയമായി കരുവന്നൂർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. CPM-നെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ കരുവന്നൂർ വിഷയം ചർച്ചയാകുന്നത്. CPM ഇത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ കരുവന്നൂരിലെ നിക്ഷേപകരുടെ പണമടക്കം മടക്കി നൽകിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിരുന്നു. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിലേക്ക്. അതായത് CPM തന്നെ നേരിട്ട് ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊരു ആരോപണവുമായാണ് ED രംഗത്തെത്തിയിരിക്കുന്നത്. 5 അക്കൗണ്ടുകൾ ഇത്തരത്തിൽ ഈ കരുവന്നൂർ ബാങ്കിൽ അനധികൃതമായി തുറന്നുകൊണ്ടാണ് ഈ കള്ളപ്പണം വെളുപ്പിച്ചത് എന്നുള്ളതാണ് EDയുടെ ആരോപണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഹാജരായേക്കില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്നലെ MM വർഗീസുമായി നമ്മൾ സംസാരിക്കുകയുണ്ട്. അന്നേരം അദ്ദേഹം പറഞ്ഞത് ആലോചിച്ച് മാത്രം എടുക്കേണ്ട തീരുമാനമാണ് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ പ്രതികരിക്കാൻ പോലും വിശദമായ ഒരു പ്രതികരണത്തിലേക്ക് പോലും അദ്ദേഹം തയ്യാറായില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അത് വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് BJP-യും കോൺഗ്രസും പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ നിലവിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് ആലോചിച്ചു മാത്രം മതി എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും കാണുന്നുണ്ട്. അതിൽ പ്രധാന നേതാക്കളായിട്ടുള്ള AC മൊയ്തീൻ ആണെങ്കിലും MK കണ്ണനാണെങ്കിലും ഈ MM വർഗീസ് ആണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമപരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് CPM-ൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ നിർണായകമായ നീക്കത്തിലേക്ക് ഈ ED കടക്കുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിലേക്ക് CPM-ഉം വരികയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ BJP ഇത് ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ സൂചനകൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ, അതോടൊപ്പം തന്നെ ഈ ആലത്തൂരിലെത്തിയ NDA സ്ഥാനാർത്ഥിയുടെ പ്രതികരണം, ഇതെല്ലാം തന്നെ അത്തരത്തിൽ സൂചിപ്പിച്ചിരുന്നത് ഇത്തരത്തിൽ ED ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ നീക്കത്തിലേക്ക് കടക്കും എന്നുള്ളതായിരുന്നു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക നേതാക്കളിൽ മാത്രമാണ് ഈ അന്വേഷണം ഒതുങ്ങുന്നത്, അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളിലാണ് നടപടി ഒതുങ്ങുന്നതെങ്കിൽ ഇക്കുറി ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന EDയുടെ നീക്കം അത് നേതാക്കളിൽ, അതായത് ജില്ലാ നേതാക്കളെ സംസ്ഥാന നേതാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നത് CPM-ഉം ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കടുത്ത പ്രതിരോധത്തിലേക്ക് നീങ്ങണം എന്നൊരു നിർദ്ദേശമാണ് പാർട്ടിയുടെ ജില്ലാ സെന്റർ അടക്കം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ജില്ലാ സെന്റർ ചേർന്നിരുന്നെങ്കിൽ പോലും പ്രാഥമികമായ ഒരു ചർച്ചയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കടന്നിട്ടില്ല. കാര്യം സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കരുവന്നൂരിനെ സംബന്ധിച്ച് നിർണായകമായ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പോലും ഇത് സജീവമാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ കരുവന്നൂർ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ പോലും ഇത്രയും സജീവമാകുന്ന ഒരു സാഹചര്യം കരുവന്നൂരിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് ഈ കരുവന്നൂർ വിഷയം സജീവമാകുന്നു. ഒപ്പം AC മൊയ്തീന്റെ വീട്ടിൽ നടന്ന റെയ്ഡിനോട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ CPM-ന്റെ ബന്ധവും അല്ലെങ്കിൽ CPM ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നത്. എന്തായാലും നിർണായകമായ മൊഴികൾ എല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് EDയുടെ ഇപ്പോഴത്തെ നീക്കം. അത് ഈ ജില്ലാ സംസ്ഥാന നേതാക്കളെ ലക്ഷ്യമിട്ടാണ് എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു സൂരജ് സജി. സുപ്രിയ ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, ഇന്നലെ വരാത്തതിന് ലീവ് ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്നും പണ്ട് ആൾക്കാർ പറഞ്ഞു അച്ഛനെ വിളിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്നുകൂടി പറയാഞ്ഞത് എൻ്റെ ഭാഗ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.